വത്തിക്കാൻ ഡയറിയിലേക്ക് സ്വാഗതം. കാസിൽ ഗൊണ്ടോൽഫിയിൽ ലയോ പതിനാലാമൻ പാപ്പയുടെ ബഹുമാനാർത്ഥം അൽബരാനോ രൂപത സംഗീത പരിപാടി അവതരിപ്പിച്ചു. കാസിൽ ഗൊണ്ടോൽഫിയിലെ അപ്പസ്തോലിക പാലസിൽ ജൂലൈ 18-ാം തീയതിയായിരുന്നു സംഗീത പരിപാടി. പഗാനിയുടെയും ബെല്ലിനിയുടെയും രചനകളാണ് അവതരിപ്പിച്ചത്. രാത്രി 9 മണിയോടെയായിരുന്നു കച്ചേരി ആരംഭിച്ചത്. ലയോ പതിനാലാമൻ പാപ്പ നവംബറിൽ ലാറ്റിൻ അമേരിക്ക സന്ദർശിച്ചേക്കുമെന്ന് സൂചന. ഉറുഗ്വേ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ ആസ്ഥാനത്ത് നടന്ന പത്രസമ്മേളനത്തിലാണ് പാപ്പയുടെ ഉറുഗ്വേ യാത്രയെക്കുറിച്ച് കർദിനാൾ സ്റ്റുർല വ്യക്തമാക്കിയത്. അർജന്റീന, പെറു എന്നിവയ്ക്കൊപ്പം ഉറുഗ്വേയും പാപ്പയുടെ സന്ദർശന കേന്ദ്രമായിരിക്കും. പതിറ്റാണ്ടുകളായി മാർപ്പാപ്പമാർ സന്ദർശിച്ചിട്ടില്ലാത്ത ഒരു രാജ്യമായ ഉറുഗ്വേക്ക് ലയോ 14-ാമൻ പാപ്പയുടെ ഈ സന്ദർശനം അതീവ പ്രാധാന്യമുള്ള ഒന്നായിരിക്കും. 1988-ൽ ജോൺ പോൾ 2-ാമൻ പാപ്പയാണ് ഉറുഗ്വേ അവസാനമായി സന്ദർശിച്ച മാർപ്പാപ്പ. ഉറുഗ്വേ കർദിനാൾ സ്റ്റേല ലയോ 14-ാമൻ പാപ്പയുടെ സ്ഥാനാരോഹണം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ ഉറുഗ്വേയിലേക്ക് പാപ്പയെ ക്ഷണിച്ചിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് ഉറുഗ്വേയോ അർജന്റീനയോ സന്ദർശിച്ചിട്ടില്ലെന്ന് കർദിനാൾ സ്റ്റേല അന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഉറുഗ്വേ അങ്ങേ കാത്തിരിക്കുകയാണെന്നും കർദിനാൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് പാപ്പയുടെ ലാറ്റിൻ അമേരിക്കൻ യാത്രയെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ വർക്ക്സ് ഓഫ് റിലീജിയൻ അഥവാ വത്തിക്കാൻ ബാങ്കിന് പുതിയ ഡയറക്ടർ ജനറൽ. ജിയോവാനി ബോസിയാണ് വത്തിക്കാൻ ബാങ്കിന്റെ ഡയറക്ടർ ജനറലായി പുതിയതായി നിയമിതനായിരിക്കുന്നത്. ജിയാൻ ഫ്രാങ്കോ മാമിയുടെ പിൻഗാമിയായി ഇദ്ദേഹം ഒക്ടോബർ 1-ന് സ്ഥാനമേറ്റെടുക്കും. 1942-ൽ പോപ്പ് പിയൂസ് 12-ാമൻ പാപ്പയാണ് വത്തിക്കാൻ ബാങ്ക് ആരംഭിച്ചത്. റോം രൂപതയിൽ ലയോ 14-ാമൻ പാപ്പ പരിഷ്കരണ നടപടികൾ തുടരുന്നു. ഇതിന്റെ ഭാഗമായി റോം രൂപതാ വൈദികനായ ഫാദർ പിയർ ലൂയിജി സ്റ്റോൾഫിയെ കൂരിയയുടെ മോഡറേറ്ററായി പാപ്പ നിയമിച്ചു. 55-കാരനായ ഫാദർ പിയർ ലൂയിജി റോമിലെ സെന്റ് ലിനസ് ഇടവകയുടെ വികാരിയാണ്. രൂപതയുടെ ഭരണതലത്തിൽ വിവിധ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുമുണ്ട്. മൈനർ, മേജർ സെമിനാരികളുടെ വൈസ് റെക്ടർ, ഡയറക്ടർ ഓഫ് ദി ഓഫീസ് ഫോർ റിലീജിയസ് ബിൽഡിംഗ്സ് തുടങ്ങിയവ അവയിൽ ചിലതാണ്. വത്തിക്കാനിലേക്ക് അധികാരം കേന്ദ്രീകരിച്ചിരുന്ന മുന്നിടപ്പടികൾക്ക് വിപരീതമായി രൂപതയ്ക്ക് സ്വയംഭരണാധികാരം തിരികെ നൽകാനാണ് ലയോ പാപ്പ ശ്രമിക്കുന്നത്. ദൈവത്തിന്റെ ശക്തിയുടെ അത്ഭുതകരമായ പ്രകടനങ്ങൾ തേടാനുള്ള പ്രലോഭനത്തെ തള്ളിക്കളയണമെന്നും ദൈവരാജ്യം നിശബ്ദമായും ക്ഷമയോടെയുമാണ് വളരുന്നതെന്നും ലയോ 14-ാമൻ പാപ്പ. കാസിൽ ഗൊണ്ടോൽഫിയിൽ ഞായറാഴ്ചയിലെ ആഞ്ചലസ് പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടിയ തീർത്ഥാടകരോട് സംസാരിക്കുകയായിരുന്നു പാപ്പ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 3 ഉപമകളെക്കുറിച്ചുള്ള ധ്യാനചിന്തകളാണ് പാപ്പ നൽകിയത്. ദൈവസ്നേഹം കഷ്ടതകൾക്കിടയിലും സാന്നിധ്യം അറിയിക്കുന്നുവെന്നും ഏറ്റവും ചെറിയ വിത്തിനെ പോലെ അദൃശ്യമായി പ്രവർത്തിക്കുന്നുവെന്നും ഈസ്റ്റ് പോലെ നിശബ്ദമായി ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്നുവെന്നും പാപ്പ പറഞ്ഞു. ലോകത്തു നിന്ന് തിന്മയെ ഉടനടി ഇല്ലാതാക്കിക്കൊണ്ട് ദൈവം നാടകീയമായി ഇടപെടണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും അത്തരം പ്രതീക്ഷകൾ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും തെറ്റായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുവാൻ കാരണമായേക്കാം എന്നും പാപ്പ മുന്നറിയിപ്പ് നൽകി. യുദ്ധത്താലും അക്രമത്താലും തകർക്കപ്പെട്ട വിവിധ രാജ്യങ്ങളിൽ അരങ്ങേറുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും പാപ്പ പങ്കുവച്ചു. സംഘർഷങ്ങൾ മൂലം ദുരിതമനുഭവിക്കുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നവരെ നാം വിസ്മരിക്കരുത്. സമാധാനത്തിനായുള്ള ഉദാരമായ പരിശ്രമങ്ങൾക്കൊപ്പം നിരന്തരമായ പ്രാർത്ഥനകളും നമുക്ക് നൽകാം, പാപ്പ പറഞ്ഞു. കാസിൽ ഗൊണ്ടോൽഫിയിൽ അവധിക്കാലം ചെലവഴിക്കാനെത്തിയിരിക്കുകയാണ് ലയോ 14-ാമൻ പാപ്പ. ജൂലൈ 5-ന് ഇവിടെ എത്തിയ പാപ്പ ജൂലൈ 27-നാണ് മടങ്ങിപ്പോകുന്നത്. ഞായറാഴ്ചകളിലെ ആഞ്ചലസ് പ്രാർത്ഥനയിലും ചില പൊതുപരിപാടികളിലും മാത്രമാണ് ഈ ദിവസങ്ങളിൽ പാപ്പ പങ്കെടുക്കുന്നത്. ആഞ്ചലസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കാനെത്തിയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെ പാപ്പ ഊഷ്മളമായി സ്വാഗതം ചെയ്തു. മദർ എലീറ്റോ സ്ഥാപിച്ച സെനാക്കോളോ കമ്മ്യൂണിറ്റി, ഫോക്ലെയർ പ്രസ്ഥാനത്തിന്റെ ന്യൂ ഫാമിലീസ് മൂവ്മെന്റ്, APRI സമ്മർ സ്കൂളിൽ പങ്കെടുക്കുന്ന മെക്സിക്കൻ വിദ്യാർത്ഥികൾ, കാത്തലിക് വേൾഡ് വ്യൂ ഫെലോഷിപ്പ് ഗ്രൂപ്പ് എന്നിവർക്കെല്ലാം പാപ്പ പ്രത്യേകം ആശംസകൾ നേർന്നു.